ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ 2024 നോട്ടിഫിക്കേഷൻ വന്നതും അതിൻ്റെ ഇതുവരെയുള്ള അപ്ഡേറ്റുകളും എല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് എയറോൻ്റെ ഫിസിക്കൽ ഡേറ്റ് മാറ്റി വെച്ചിട്ടായിരുന്നു, ഫിസിക്കൽ ടെസ്റ്റ് മാറ്റി വെച്ചിട്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം എയറോൻ്റെ ഫിസിക്കലും കാര്യങ്ങളും മെഡിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഫൈനൽ ലിസ്റ്റ്, അതായത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഫൈനൽ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ നമ്മുടെ കാലിക്കറ്റ് എയറോൻ്റെ പ്രോസസ്സാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. ഫിസിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. സോ എന്തായാലും അത് ഫെബ്രുവരി മുതലാണ് നടക്കുന്നത്. അഡ്മിറ്റ് കാർഡ് കുട്ടികൾക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും സൈറ്റിൽ ഇതിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ കൃത്യമായിട്ട് പറഞ്ഞില്ല. അപ്പോൾ ചില കുട്ടികൾക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിവേ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേഡിയം, അതായത് നിങ്ങൾ ഓടാൻ പോകുന്ന ഗ്രൗണ്ട് ഒന്ന് പരിചയപ്പെടാം. ഇതിനു മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഗ്രൗണ്ട് വന്ന സമയത്തും, അതായത് വെന്യൂ വന്ന സമയത്തും അതിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഫെമിലിയർ ആണെങ്കിൽ, ആ ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മറ്റുള്ളവർക്ക് കാണാനായിട്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ, അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്, നമ്മുടെ റാലി നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിനെ കുറിച്ച് അറിയുന്നവർ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് പ്രൊവൈഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു സ്റ്റേഡിയമായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും അറിയുന്നവർ കൂടുതലായിട്ട് അതിനെപ്പറ്റി താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും, ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ നടക്കാനായിട്ട് പോകുന്നത്. സോ ഇനി നമുക്കിതിൻ്റെ മേജർ അപ്ഡേറ്റിലേക്ക് കിടക്കാം. സോ നമ്മൾ പറഞ്ഞതുപോലെ ഉദ്യോഗാർത്ഥികൾ ഏവരും കാത്തിരുന്നിട്ടുള്ള നമ്മുടെ കാലിക്കറ്റ് എയറോൻ്റെ റാലി, അതായത് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട്. തൃശ്ശൂർ വെച്ചാണ് നടക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ ത്രൂ അവരുടെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, റിട്ടേൺ പാസ്സാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക, തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവർക്കും ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ആ പറഞ്ഞ ഇൻസ്ട്രക്ഷനൊക്കെ, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പാലിച്ചുകൊണ്ട്, ഫോളോ ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രാക്ടീസൊക്കെ ചെയ്ത്, ഇനിയും സമയമുണ്ട്, ഫെബ്രുവരിയിലാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തീർച്ചയായിട്ടും റാലിക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഇത്ര കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അത് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും.